ഹായ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചീരത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ വളർന്ന ചീരയാണിത്. അപ്പോൾ ഇതിന് അരപ്പിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് നോക്കിയാലോ. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഉപ്പ്. നമുക്ക് വേഗം പോയി ചീരത്തോരൻ ഉണ്ടാക്കിയാലോ. നമുക്ക് ഈ സാധനങ്ങളൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ചീര ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അത് നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കൊന്ന് ചീരത്തോരൻ ഉണ്ടാക്കാൻ പോയാലോ. നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇത്തിരി കുറച്ചൊഴിക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേനും നമ്മൾ ചതച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഇട്ട് ചെറിയ രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. അരപ്പ് ചെറുതായിട്ടൊന്ന് ചൂടായി ചെറിയൊരു തേങ്ങ ഒരു മണം വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ഇടാം. ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ചീര ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. ഇലയിൽ ഉള്ള വെള്ളം ഇറങ്ങി വെന്തതിന് ശേഷം നമുക്ക് പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി തട്ടി പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ഒരടപ്പ് വെച്ച് ഒന്ന് മൂടി 2 മിനിറ്റ് ഒന്ന് സിമ്മിലിടാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിപ്പം ഈ അരപ്പും ഇലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിപ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു നനവിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്കിത് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കും. നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് തുറന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി അടിഭാഗം കരിയാത്ത രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കി വെക്കാം. നമ്മൾ ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഇത് ശ്രദ്ധിച്ചോണം. കാര്യം ഇത് ഇലയായതുകൊണ്ട് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇളക്കിയതിന് ശേഷം ഇങ്ങനെ നല്ല രീതിയിൽ തട്ടിപ്പൊത്തി വെക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റീം നന്നായിട്ട് കയറിയിട്ട് പെട്ടെന്ന് തന്നെ അത് കുക്കാവും. ചീരത്തോരൻ്റെ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം. ചീരത്തോരനൊക്കെ ആയിട്ടുണ്ട്. ചീരത്തോരന് ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു 5 to 7 മിനിറ്റ്സ് പോലും എടുക്കത്തില്ല. പെട്ടെന്നാവും. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതിരുന്നാൽ നല്ല ഡ്രൈ ആയിട്ടുള്ളതും എന്നാൽ ഒരു മോയിസ്റ്റ് കണ്ടൻറ്റും കൂടെ ഉള്ള ഒരു നല്ല ചീരത്തോരൻ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് അഥവാ വെള്ളത്തിന് ആവശ്യം വരുവാണെങ്കിൽ നമ്മൾ അരപ്പരച്ച് കുറച്ച് കഴുകിയ വെള്ളം വല്ലതും വെച്ചിരുന്നാൽ ആ സമയത്ത് അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കുന്നില്ല. ആദ്യം കുറച്ച് എണ്ണ ചേർത്തത് കൊണ്ട് ഞാനിനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ചേർക്കാവുന്നതാണ്. അപ്പം നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ഓർഗാനിക് ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.